എനിക്ക് വേണ്ടത് ലച്ചു എല്ലാ ബന്ധങ്ങളും അറുത്തുമാറ്റി മംഗലശ്ശേരി വീടിന്റെ പടിയിറങ്ങണമെന്ന. പിന്നൊരു തിരിച്ചുവരവ് അവൾക്കുണ്ടാവരുത്. അവള് പടിയിറങ്ങുന്നത് മനസ്സു നൊന്തു വേണം. നിറ കണ്ണുകളോടെ അവൾ ആ വീട്ടിൽ നിറങ്ങിപ്പോയ മംഗലശ്ശേരിക്ക് മുകളിൽ അശാന്തിയുടെ കാർമേഘങ്ങൾ വന്നു മൂടും. തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് ഇപ്പൊ മംഗലശ്ശേരി ഗ്രൂപ്പ്സ് കുതിച്ചുയരാൻ കാരണം സഞ്ജുവിന്റെ മിടുക്കാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ലച്ചുവിന്റെ മിടുക്ക് തന്നെ അത്. തൊഴിലാളികളെ കുത്തിയിളക്കിയ യൂണിയൻ നേതാവ് ദിനകരൻ സമരത്തിൽ നിന്ന് പിന്മാറിയത് ലച്ചുവിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ചില തൊഴിലാളികൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ദിനകരനുമായി ഞാൻ ഈ വീട്ടിൽ വെച്ച് സംസാരിച്ചത് ഒളിഞ്ഞു നിന്ന് ലച്ചു ഷൂട്ട് ചെയ്തിരുന്നു. ദക്ഷ എന്താ ഈ പറയണേ? ആ കുട്ടി ഇവിടെ വന്ന് എങ്ങനെ ഷൂട്ട് ചെയ്തു? ദിനകരനെ അവളത് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ തമ്മിലുള്ള സംസാരവും അയാള് പണം വാങ്ങുന്നതും ആ വീഡിയോയിലുണ്ട്. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കും. കാരണം അവളെ ഞാൻ നന്നായി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാ. ഇപ്പൊ അവളുടെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ സംശയം പറഞ്ഞാ ഞാനത് തള്ളിക്കളയില്ല. മംഗലശ്ശേരി തറവാടിന് വേണ്ടിയാ അവള് ജന്മം കൊണ്ടത്. പറയാൻ എനിക്കും അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എത്ര വട്ടമാണ് ഞാൻ ആ പെണ്ണിനെ തീർത്തു കളയാൻ ശ്രമിച്ചത്. മൂന്നാറിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിച്ചതാ. പക്ഷേ ജീവനോട് അവള് തിരിച്ചു വന്നില്ലേ? അല്ല, എന്താ ദക്ഷ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്? ചടങ്ങുകൾ മുടക്കാൻ തന്നെയാണോ? നാളെ മംഗലശ്ശേരിയിൽ നടക്കാൻ തീരുമാനിച്ച ആ ചടങ്ങ് നടക്കരുത്. എനിക്കത് തടഞ്ഞേ തീരൂ. നമുക്കതിന് എങ്ങനെ കഴിയും? വഴി തേടി കണ്ടെത്തണം നമ്പീശ. പയ്യന്റെ വീട്ടിൽ നിന്ന് വരുന്നവരെ എന്തെങ്കിലും കിണിപ്പെടുത്താനേ പറ്റൂ. അല്ലാതെ മംഗലശ്ശേരി കടന്നു കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ടീമിനെ പണിയേൽപ്പിക്കുന്നതാണ് നല്ലത്. ടീമായിട്ടൊന്നും വേണ്ട. ഏട്ടൻ ഒരാളെ ഏർപ്പാടാക്കി തന്നാ മതി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ചടങ്ങിന് വരുന്നവരെ വഴിയിൽ തടഞ്ഞ് നാണം കെട്ട് പോകാൻ പാടില്ല. അല്ല, മറ്റെന്തെങ്കിലും വഴിയാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വഴി ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. സുനന്ദയെ മംഗലശ്ശേരിയിൽ കടത്തിവിട്ടത് അതിനൊക്കെ വേണ്ടി തന്നെയാ. ചടങ്ങിന് മുൻപ് ഗോവിന്ദിനെ മാത്രം പുറത്തിറക്കാനുള്ള കളി സുനന്ദയെ വെച്ച് ഞാൻ ചെയ്യും.